നമ്മുടെ 15 സൈനിക കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ ലക്ഷ്യം വെച്ചത്. എന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ടൊന്നും പാഠം പഠിച്ചിട്ടില്ല, സിന്ദൂറിന്റെ രണ്ടാം ഘട്ടം കൊണ്ടുവരൂ, അതിലൂടെ ഞങ്ങൾ പാഠം പഠിക്കൂ എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലാണ് പാകിസ്ഥാൻ. 15 കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ ഇന്ത്യ നിഷ്പ്രഭമാക്കി എന്ന് മാത്രമല്ല, ഇത്രയും തയ്യാറായി നിൽക്കുകയായിരുന്നോ ഇന്ത്യ എന്ന് പാകിസ്ഥാന് പോലും തോന്നിപ്പോകുന്ന ഒരു നിമിഷം, ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷം. പ്രശാന്ത് സാർ, റാവൽപിണ്ടിയിലെ സ്റ്റേഡിയം ഒന്നും ഇല്ലെന്നാണ് കേൾക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഔദ്യോഗികമായി വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ഇപ്പം വാർത്ത അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ രാവിലെ തൊട്ടേ എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും സംശയമായിരുന്നു അവിടെ നടക്കുന്ന പൊട്ടിത്തെറികളുടെയൊക്കെ പുറകിൽ ആരാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ലാഹോർ വിമാനത്താവളത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഇപ്പൊ റാവൽപിണ്ടി, ഇങ്ങനെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം വലിയമായിട്ട് നിരന്തരമായിട്ട് സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിനകത്ത് ആരും അത് എവിടുന്നാണെന്ന് പാകിസ്ഥാനും പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ പറയുന്നില്ല. ലോകത്തുടനീളമുള്ളത് ഇങ്ങനെ പാകിസ്ഥാന്റെ അകത്ത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണം ഇന്ത്യയാണെന്നറിയാം, രണ്ടാമത്തെ ആക്രമണം ആരാണെന്ന് ഇരിക്കുന്ന സമയത്താണ് ഇപ്പൊ വൈകിട്ട് ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള വാർത്താക്കുറിപ്പിൽ കൂടി പറയേണ്ടി വന്നു, നമ്മൾ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചതിന് ശേഷം തിരിച്ചു വന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇനിയും ആക്രമിക്കണമെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ആക്രമണം നമുക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്രമണം ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പഞ്ചാബിൽ ഉൾപ്പെടെ സ്ഫോടനം കേട്ടെന്ന് പറഞ്ഞിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ഉഗ്രസ്ഫോടനം കേട്ടു പഞ്ചാബിൽ. അതായത് നമ്മുടെ ഏതാണ്ട് 15ഓളം സൈനിക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമാക്കി ബോംബർ വിമാനങ്ങളും മിസൈലുകളും വന്നിരുന്നു. നമ്മളുടെ സംവിധാനം, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്യാറുണ്ടല്ലോ, റഷ്യയുടെ S-400 സംവിധാനവും, അല്ലെങ്കിൽ അത്തരത്തിൽ റഷ്യ തന്നിരിക്കുന്ന, ഇപ്പം എടുത്തു പറയത്തക്കോണം ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ S-40 മിസൈലുകൾ, ഡ്രോണുകൾ, മിസൈലുകളാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ, അതിന്റെ പേര് സുദർശൻ, ആ മിസൈലുകളാണ് അവിടെ നിന്ന് വന്ന ഡ്രോണുകളെയും മിസൈലുകളെയും തുരത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. ഇപ്പൊ നമ്മൾ തിരിച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഉപയോഗിച്ച് തിരിച്ച് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ചടിച്ചതാണ്. നമ്മുടെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ അവരുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് സിവിലിയൻസിന്റെ സ്ഥലം ആക്രമിച്ചിട്ടില്ല, ഭീകര കേന്ദ്രങ്ങൾ മാത്രം നോട്ട് ചെയ്ത് ആക്രമിച്ചിട്ട് അതിന്റെ തെളിവ് ഉൾപ്പെടെ, മരിച്ച ഭീകരന്മാരുടെ തെളിവ് ഉൾപ്പെടെ കൊടുത്തപ്പോൾ ചൈനയുടെ അടുത്താ പറഞ്ഞത് ഞങ്ങളുടെ സിവിലിയൻസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയും, അത്തരത്തിലൊരു വാർത്ത കൊടുക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യും, ഞങ്ങൾ ഭാഗം ക്ലിയർ ആണെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷമുള്ള തിരിച്ചടി ഉണ്ടാവുമെന്ന് പാകിസ്ഥാൻ പറയുന്നത്, തിരിച്ചടി ഉണ്ടായത് എവിടോട്ടാണ്? നമ്മുടെ സൈനിക കേന്ദ്രങ്ങളിൽ. അപ്പൊ പിന്നെ അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ എല്ലാ സംവിധാനവും തുറന്ന് ചൈന ലോകത്തിന്റെ മുമ്പിൽ നാറി നിൽക്കുകയാണ്, അറിയാം. ഇവരുപയോഗിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ചൈനയുടേതാണ്. അപ്പം ഇത് മൊത്തം നമ്മൾ കഴിഞ്ഞ ദിവസം വ്യോമ പ്രതിരോധ സംവിധാനം ഇവർ സെറ്റ് ചെയ്തത് മൊത്തം മറികടന്നാണ് നമ്മൾ അവിടെ 9 ഇടത്ത് പോയിന്റ് ചെയ്ത് 9 ഇടത്ത് നമ്മൾ ആക്രമണം നടത്തി. ഇപ്പം ലാഹോർ വിമാനത്താവളം ഉൾപ്പെടെ, അല്ലെങ്കിൽ അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ ഡ്രോൺ ഉപയോഗിച്ച് തകർത്തു, നമ്മുടെ മിസൈൽ ഉപയോഗിച്ച് തകർത്തു, അല്ലെങ്കിൽ തകർത്തു. അപ്പൊ നമുക്ക് ഇപ്പം കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന ഇത് വിലയിരുത്തുമ്പോൾ പാകിസ്ഥാനിലെ ഏത് പ്രധാനപ്പെട്ട നഗരത്തിലും ഇന്ത്യയുടെ ഡ്രോണുകൾക്കും മിസൈലുകൾക്കും കടന്നു കയറി ആക്രമിച്ചിട്ട് തിരിച്ചു പോരാൻ സാധിക്കുന്ന അത്രയുമുള്ള സംവിധാനമേ അവിടെ ഉള്ളൂ. അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന സംവിധാനം മൊത്തവും മറികടന്ന് നമ്മൾക്ക് അവിടെ, അല്ലെങ്കിൽ ആ സംവിധാനത്തിനെ നോട്ട് ചെയ്യാനോ ഐഡന്റിഫൈ ചെയ്യാനോ പറ്റാത്ത രീതിയിലേക്ക് നമ്മളുടെ മിസൈലുകൾ, ഡ്രോണുകൾ, വിമാനങ്ങൾ ഒക്കെ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോയിട്ട് തിരിച്ച് ആക്രമണം കഴിഞ്ഞ് വരുന്നു. അത് പ്രധാനപ്പെട്ട മെസ്സേജാണ്. ചൈന പറഞ്ഞു ഞങ്ങളുടേതല്ല. ചൈന ഇപ്പൊ കൈവിട്ട് കേട്ടോ. ചൈന ഇപ്പൊ ഈ സംവിധാനം മൊത്തം ചൈനയുടേതാണ്. ഇതിപ്പോ രണ്ടാമത് പറഞ്ഞ യുദ്ധത്തില് അടി കിട്ടുന്നത് പാകിസ്ഥാന്, അതിനെക്കാട്ടി വലിയ അടി ചൈനക്ക് കിട്ടുക. ചൈനയുടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചൈനയ്ക്കിടെ നിർമ്മിതമായിട്ടുള്ള വിമാനങ്ങൾ അല്ലെങ്കിൽ യുദ്ധക്കോപ്പുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ ബോർഡർ സെറ്റ് ചെയ്തിരുന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനം ചൈനയുടേതാണ്. ഈ ചൈന നേരത്തെ സമ്മതിച്ചതുമാണ്, അവരുടേതാണെന്ന് പറയുകയും ചെയ്തു. ഇപ്പൊ തകർത്തിരിക്കുന്നത്, ഈ ലാഹോർ വിമാനത്താവളം തകർത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് ചാമ്പലാക്കി കളഞ്ഞത്. ഇപ്പം നീ പറഞ്ഞ റാവൽപിണ്ടിയിലൊക്കെയുള്ള ഇപ്പം മൊത്തം തകർത്തു. ഇതൊക്കെ തകർക്കുവാൻ
ഡ്രോണുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മിസൈലുകൾ, അത് റഷ്യയുടെ മിസൈലുകൾ സുദർശൻ എന്ന് പറയുന്ന മിസൈലുകൾ കയറി അടിക്കുന്നു. അപ്പം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരുക്കിയിരിക്കുന്ന പ്രതിരോധ സംവിധാനത്തിന്റെ 7 അയലൊക്കത്ത് വരാൻ പാകിസ്ഥാന് സാധിക്കുന്നുമില്ല. പക്ഷെ പാകിസ്ഥാന് യാതൊരു സുരക്ഷയും ഇല്ലാത്ത രീതിയിൽ ഏത് പ്രദേശത്തും ആരുടെയും അല്ലെങ്കിൽ അവരുടെ കണ്ണ് വെട്ടിച്ച് ശരിയും പറഞ്ഞാൽ ചൈനയുടെ കണ്ണ് വെട്ടിച്ച്, ചൈനയുടെ സംവിധാനങ്ങളുടെ കണ്ണ് വെട്ടിച്ച് നമുക്ക് ചെന്ന് കയറാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് ലോകത്തിനെ തെളിയിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അടിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനപ്പെട്ട മേജർ പറഞ്ഞില്ലേ, തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മൾ ഇനി അടിക്കും. കാരണം ഇനി അടിക്കും. ഇപ്പോൾ അടിച്ചത് ആരാണെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത സമയത്താണ് രണ്ടാമത്, അതായത് സിന്ദൂർ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തിരുന്നു. രണ്ടാമത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ ലാഹോറിലും റാവൽപിണ്ടിയിലും ഉൾപ്പെടെ ഇപ്പം വീണ്ടും ഏതാണ്ട് 9 നമ്മൾ ആക്രമണം നടത്തിയിട്ടുണ്ട്, നമ്മൾ ബോംബിംഗ് നടത്തിയിട്ടുണ്ട്, പാകിസ്ഥാൻ വിറങ്ങലിച്ചിട്ടുണ്ട്, പാകിസ്ഥാൻ വ്യോമ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അതിജീവിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തിരിക്കുന്നതെല്ലാം ഈ പറയുന്ന ചൈനയാണ് നമ്മൾക്ക് പാകിസ്ഥാനിൽ എവിടെയും കടന്നു കയറി, അതായത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം അതിജീവിച്ച് അവരുടെ മിസൈൽ അല്ലെങ്കിൽ ഡ്രോണുകളെയൊക്കെ മറികടന്ന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് എവിടെയും ചെന്ന് ആക്രമിച്ചിട്ട് തിരിച്ചു പോകാം എന്നുള്ളതാണ് ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ലോകത്തിനത് മനസ്സിലാക്കിയിരിക്കുകയാണ്. അവർ വിശ്വസിച്ചിരുന്ന അവരുടെ ഈ വിമാനങ്ങൾ, അവരുടെ ഡ്രോണുകൾ, അവരുടെ മിസൈലുകൾ ഒന്നും വേണ്ട വിധത്തിൽ, അല്ലെങ്കിൽ ഇതെല്ലാം വെച്ച് അടിച്ചാൽ മതി, ഇന്ത്യയുടെ ആസനം കീറിക്കോളുമെന്ന് വീണ്ടും പറഞ്ഞു കൊടുത്തിരിക്കുന്ന ചൈനയ്ക്ക് ഇത് ഇന്ത്യയിലെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്നും ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കത്തില്ലെന്നും, അല്ലെങ്കിൽ അത്ര ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് തിരിച്ചടിച്ചിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ പട്ടാളത്തിന് അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ കൊച്ചു വെളുപ്പാൻ കാലത്തെ ഒരു 15 മിസൈലുമായിട്ടും വിമാനമായിട്ടും ഒക്കെ വന്നു, എല്ലാം തീർന്നു, തകർന്നു. അതിന്റെ കൂടെ തന്നെ ബലൂചിസ്ഥാൻ ആർമി അവിടെ കൂടെ പോകുന്ന കാക്ക വരെ പാകിസ്ഥാനാന്ന് പറഞ്ഞത് വെടിവെച്ചിട്ടുണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഒക്കെ ആയിട്ട് എത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ട് ഇരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ വന്നുകൊണ്ടിരിക്കുക. പാകിസ്ഥാൻ ആകപ്പാടെ പെട്ടു. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. പാകിസ്ഥാനയുടെ കാര്യം പ്രധാനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് ഒരു തുടക്കം മാത്രമാണ്, ഇത് നമുക്ക് വളരെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതായത് ഇത് പാകിസ്ഥാനിലെ ഈ സിന്ദൂർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഒരുപക്ഷെ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകും എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ കൂടി നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ ഇതോടെ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഇന്ത്യയെ ആക്രമിക്കാൻ ഭയക്കുന്ന രീതിയിലേക്കും, അല്ലെങ്കിൽ ഇനി ആക്രമിക്കാൻ ഉണ്ടാവുന്ന രീതിയിലേക്കും അല്ലാത്ത ഒരു പാകിസ്ഥാനെ സൃഷ്ടിക്കൂ എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നാണ് മനസ്സിലാവുന്നത്. യെസ്, അതാണ് തീവ്രവാദത്തെ പൂർണ്ണമായും തുടച്ചു നിൽക്കുക. അത് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതിനാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നതും. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാനിൽ തകർത്താടുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് മതിയാവാത്ത പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയെ ആക്രമിക്കാൻ വന്നതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു 2ാം ഘട്ടം പോലെ ഇന്ത്യ ഇപ്പോൾ തിരിച്ചടിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.